മക്കളെ, ഇന്ന് നമുക്ക് മുന്നു കി സ്വതന്ത്രത എന്ന കഹാനി പഠിക്കാം. ഹരിശങ്കർ പർസായിയാണ് മുന്നു കി സ്വതന്ത്രത എന്ന കഹാനി എഴുതിയിരിക്കുന്നത്. മൻസിലോം സെ പരേ എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. അഞ്ചാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള മുന്നു കി സ്വതന്ത്രതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനോഹരമായ ഒരു കഹാനിയാണ്. അപ്പോൾ നമുക്ക് കഹാനി എന്താണ് എന്ന് നോക്കാം. എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? എല്ലാവരും സ്വതന്ത്രരാണ്. അതുപോലെ തന്നെ കൂടുതൽ സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് താനും. നമ്മൾ സ്വതന്ത്രരാകുമ്പോൾ നമ്മൾ വളരെയധികം സന്തുഷ്ടരാണ് അല്ലേ? നമ്മൾ നന്നായിട്ട് സന്തോഷിക്കും. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, നമ്മൾ സ്വതന്ത്രരാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിനും അതിൻ്റേതായിട്ടുള്ള പരിധികളുണ്ട് അല്ലേ? അമിതമായിട്ട് സ്വാതന്ത്ര്യം തരാൻ പറ്റുമോ? ഇല്ല. സ്വാതന്ത്ര്യത്തിനും എന്തുണ്ട്? അതിൻ്റേതായിട്ടുള്ള പരിധികളുണ്ട്. അപ്പോൾ എന്താണ് ഈ കഥയിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു അമ്മയും മകനുമാണ് ഈ കഥയിലുള്ളത്. അപ്പോൾ കഥ നമുക്ക് വായിച്ചു തുടങ്ങാം. മാം തും തോ कहती हो कि हमें स्वतंत्रता मिल गई, पर मैम जब आज भैया के कोट से फाउंटेन पेन निकाल कर फर्श पर लिखने लगा, तब तुम नाराज हो गई और कलम छीन ली. മാം, അമ്മേ, തും തോ കത്തി ഹോക്കി, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? തും പറഞ്ഞ നിങ്ങൾ, കത്തി ഹോ പറഞ്ഞില്ലേ, കി എന്തെന്നാൽ, ഹമേം സ്വതന്ത്രത മിൽ ഗയി, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. അമ്മേ, നിങ്ങൾ പറയുന്നു. എന്താണ് പറയുന്നത്? നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. पर मैम जब आज भैया के कोट से, पर പക്ഷേ, മേം ഞാൻ, ജബ് എപ്പോഴാണോ, ആജ് ഇന്ന്, ഭയ്യാക്കെ ജ്യേഷ്ഠന്റെ, കോട്ട് സേ കോട്ടിൽ നിന്നും, ഫൗണ്ടൻ പെൻ നികാൽക്കർ എടുത്തിട്ട്, ഫർഷ് പർ തറയിൽ, ലിഖ്നെ ലഗ എഴുതാൻ തുടങ്ങിയത്, തബ് അപ്പോൾ, തും നിങ്ങൾ, നാരാസ് ഹോ ദേഷ്യപ്പെട്ട്, നാരാസ് ഹോഗയി ദേഷ്യപ്പെട്ടു, ഓർ ദേഷ്യപ്പെടുകയും, കലം ചീൻ ലി പേന തട്ടിപ്പറിക്കുകയും ചെയ്തു. ഒന്നുകൂടെ നോക്കാം. पर मैम जब आज भैया के कोट से, പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ സഹോദരൻ്റെ കോട്ടിൽ നിന്ന്, ഫൗണ്ടൻ പെൻ നിഗാൽക്കർ ഫർഷ് പർ ലിഖ്നെ ലഗ, ഫൗണ്ടൻ പേന പുറത്തെടുത്ത് തറയിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ, തും നാരാസ് ഹോ ഗയി और കലം ചീൻ ലി, നിങ്ങൾ ദേഷ്യപ്പെട്ട് പേന തട്ടിപ്പറിച്ചു. और रात को जब मैंने गरम दूध न पिया, तब तुमने डांट कर कहा, पी नहीं तो एक तमाचा लगेगा. और रात को, പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നെ രാത്കോ രാത്രിയിൽ, ജബ് മേംനെ ഞാൻ എപ്പോഴാണോ, ജബ് പറഞ്ഞാൽ എപ്പോഴാണോ, മേനെ ഞാൻ, ഗരം ദൂത് ചൂട് പാൽ, ഗരം പറഞ്ഞാൽ ചൂട്, ചൂടുള്ള, ദൂത് പാൽ, ചൂടുള്ള പാല്, ന പിയ കുടിക്കാതിരുന്നപ്പോൾ, ന പിയ തബ് പറഞ്ഞാൽ അപ്പോൾ. അപ്പൊ എന്താണ്? ദൂത് ന പിയ, തബ് പറഞ്ഞാൽ കുടിക്കാതിരുന്നപ്പോൾ, തുമ്നെ നിങ്ങൾ, ഡാണ്ട് കർ കഹ നിങ്ങൾ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പീ നഹി തോ കുടിച്ചില്ല എങ്കിൽ, ഏക്ക് തമാച്ച ലഗേഗ എന്ത് കിട്ടും? നിനക്ക് അടി കിട്ടും. കുടിച്ചില്ല എങ്കിൽ എന്താണ്? നിനക്ക് അടി കിട്ടും എന്ന് പറഞ്ഞു.
और കഠോര മുഹ്സെ ലഗാ ദിയ. എന്നിട്ട് പാത്രം എൻ്റെ വായിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവർ കഠോര, കഠോര പറഞ്ഞ പാത്രം, കിണ്ണം എന്നൊക്കെയുള്ള അർത്ഥമാണ്. കിണ്ണം പാല് കൊടുക്കുന്നതല്ലേ, അപ്പൊ ചെറിയ ഗ്ലാസ് അങ്ങനെയുള്ള പാത്രം. പാത്രം എന്ത് ചെയ്തു? മൂഹ്സെ മുഖത്തേക്ക്, വായിൻ്റെ അടുത്തേക്ക്. മൂഹ് പറഞ്ഞ വായ എന്നും മുഖം എന്നും അർത്ഥമുണ്ട്. ഇവിടെ വായ് എന്നുള്ള അർത്ഥമാണ്. പാല് കുടിക്കാൻ വേണ്ടിയിട്ട് പാത്രം എന്ത് ചെയ്തു? വായിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അപ്പൊ എന്താ കുട്ടി പറയുന്നത്? എനിക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഫസ്റ്റ് തന്നെ എന്താണ്? ഫൗണ്ടൻ പേന ചേട്ടൻ്റെ കീശയിൽ നിന്നും ഫൗണ്ടൻ പേന എടുത്തിട്ട് നിലത്ത് എന്ത് ചെയ്തു? നിലത്ത് വരച്ചു അല്ലേ? ഫർഷ് പർ ലിഖന, നിലത്ത് വരച്ചു. നിലത്ത് വരച്ചപ്പോൾ അമ്മ ദേഷ്യപ്പെട്ടു വന്നിട്ട് ഫൗണ്ടൻ പേന പിടിച്ച് തട്ടിപ്പറിച്ചു. പിന്നെയാണെങ്കിലോ രാത്രിയായ സമയത്ത് പാല് കുടിക്കാൻ വിസമ്മതിച്ചപ്പോൾ പാല് കുടിച്ചില്ല എങ്കിൽ നിനക്ക് അടി കിട്ടും എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് പാത്രം വായിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. വായിലേക്ക് വെക്കാണ് പാല് കുടിക്കാൻ വേണ്ടിയിട്ട്. जब मैं सवेरे सड़क पर खेलने चला गया तो तुमने नौकर से पकड़ मंगवाया और कहा. ഞാൻ എപ്പോഴാണോ രാവിലെ, സവേരെ പറഞ്ഞ രാവിലെ, ഞാൻ രാവിലെ എപ്പോഴാണോ കളിക്കാൻ വേണ്ടി, ഗേലിനെ ചലാകയ കളിക്കാൻ വേണ്ടി പോയപ്പോൾ, തുമ്നെ നൗക്കർസ് എവിടേക്കാണ് കളിക്കാൻ പോയത്? സടക്ക് പർ അല്ലേ, റോഡിലേക്ക് കളിക്കാൻ പോയപ്പോൾ, നൗക്കർസെ പക്കട് മങ്കുവായ വേലക്കാരനെ കൊണ്ട്, അതായത് വീട്ടിലെ ജോലിക്കാരനെ കൊണ്ട് എന്നെ പിടിക്കാൻ ആവശ്യപ്പെട്ടു. ആ ജോലിക്കാരനോട് എന്നെ പിടിക്കാൻ ആവശ്യപ്പെടുകയും, എന്നിട്ട് എന്താ പറഞ്ഞത്? സടക്ക് പർ ഗയാത്തോ, റോഡിലേക്ക് പോവുകയാണെങ്കിൽ, സടക്ക് റോഡ്, സടക്ക് പർ ഗയാത്തോ റോഡിലേക്ക് പോവുകയാണെങ്കിൽ, ടങ്ക് തോട് ദൂങ്കി കാല് തല്ലിയൊടിക്കും. ബല യഹ്ബി കോയി സ്വതന്ത്രതാ ഹേ, ഇതാണോ സ്വാതന്ത്ര്യം എന്ന് കുട്ടി ചോദിക്കുകയാണ്. आज सवेरे जब मैंने पैंट पहनने से इनकार कर दिया और कहा मैं पैंट नहीं पहनूंगा, मैं स्वतंत्र हूँ, मैं नंगे ही खेलूंगा, तब तुमने जबरदस्ती मुझे पैंट पहना दिया. ആജ് സവേരെ ഇന്ന് രാവിലെ, ജബ് മേനെ പാൻറ് ഇന്ന് രാവിലെ ഞാൻ പാൻറ്, പഹന്നേസെ പാൻറ് ധരിക്കുന്നതിൽ നിന്നും, പഹന്ന പറഞ്ഞാൽ ധരിക്കുക, ഇൻകാർ പറഞ്ഞാൽ നിരസിക്കുക, വിസമ്മതം പ്രകടിപ്പിക്കുക, കർദിയ ഔർ കഹ അപ്പോൾ പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ പാൻറ് ധരിക്കാൻ വിസമ്മതിക്കുകയും, ഞാൻ പാൻറ് ധരിക്കില്ല, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, മാം പാൻറ് നെഹി പഹനൂങ്ക ഞാൻ പാൻറ് ധരിക്കുകയില്ല, മേ സ്വതന്ത്രഹൂം ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് എന്താ പറയുക, ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു. മേ നങ്കേഹി ഗേലുങ്ക ഞാൻ നഗ്നനായി കളിക്കും, മേ നങ്കേഹി ഗേലുങ്ക ഞാൻ നഗ്നനായി കളിക്കും. തബ് തുമ്നെ ജബർദസ്തി മുझे പാൻറ് പഹനാ ദിയ, അങ്ങനെ പറഞ്ഞപ്പോൾ നീ എന്താ ചെയ്തത്? ജബർദസ്തി, ജബർദസ്തി പറഞ്ഞാല് നിർബന്ധിച്ച്, തബ് അപ്പോൾ, തുമ്നെ നീ, നിങ്ങൾ, നീ അല്ലെങ്കിൽ നിങ്ങൾ, ജബർദസ്തി നിർബന്ധിച്ച്, മുझे എന്നെ, പാൻറ് പഹനാദിയ നിർബന്ധിച്ച് എന്നെ പാൻറ് ഇടിയിപ്പിച്ചു, എന്നെ നിർബന്ധിച്ച് പാൻറ് ധരിപ്പിച്ചു. മനസ്സിലായോ? എന്താണ് പറയുന്നത്? ഇന്ന് രാവിലെ ഞാൻ പാൻറ് ധരിക്കാൻ വിസമ്മതിക്കുകയും, ഞാൻ പാൻറ് ധരിക്കില്ല, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന്, ഞാൻ നഗ്നനായി കളിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നീ എന്നെ നിർബന്ധിച്ച് പാൻറ് ധരിപ്പിച്ചു. मैं जब भैया की तस्वीरों वाली मोटी पुस्तक को ध्यान से देखने लगा तब तुमने पुस्तक छीन ली और मुझे टांगा, मैंने उसमें से एक ही तस्वीर तो अपने लिए फाड़ी दी. मैं जब भैया की तस्वीरें वाली मोटी पुस्तक में ഞാൻ എൻ്റെ സഹോദരൻ്റെ
തസ്വീരോം വാലി, തസ്വീർ പറഞ്ഞ ചിത്രം, ചിത്രങ്ങൾ അടങ്ങിയ മോട്ടി പുസ്തകം, തടിച്ച പുസ്തകം, കട്ടിയുള്ള പുസ്തകം, ചിത്രങ്ങളോട് കൂടിയ കട്ടിയുള്ള പുസ്തകം. ആരുടെ പുസ്തകമായിരുന്നു? ചേട്ടൻ്റെ അല്ലേ, സഹോദരൻ്റെ ചിത്രങ്ങളോട് കൂടിയ കട്ടിയുള്ള പുസ്തകം ധ്യാൻ സേ ദേഖ്നെ ലഗാ, ഞാൻ ശ്രദ്ധാപൂർവം നോക്കുമ്പോൾ, ധ്യാനസേ ദേഖ്നെ ലഗാ, ഞാൻ ശ്രദ്ധയോടുകൂടി നോക്കുകയാണ് ആ പുസ്തകത്തിൽ അല്ലേ. തബ് തുമ്നെ പുസ്തക ചീൻ ലീ, ഞാൻ വളരെയധികം ശ്രദ്ധയോടുകൂടിയായിരുന്നു ഞാൻ ആ പുസ്തകം നോക്കിയത്. എന്നിട്ട് കൂടി തുമ്നെ പുസ്തക ചീൻ ലീ, നീ എന്ത് ചെയ്തു? ആ പുസ്തകം എന്നിൽ നിന്നും തട്ടിയെടുത്തു, തട്ടിപ്പറിച്ചു. എന്നിട്ടോ ആർ മുജേ ടാണ്ട, അത് മാത്രമല്ല എന്നെ ശകാരിക്കുകയും ചെയ്തു. അത് തട്ടിപ്പറിച്ചങ്ങാണ്ട് എന്നെ ശകാരിച്ചു. ടാണ്ട ശകാരിച്ചു. मैंने उसमें से एक ही तस्वीर तो अपने लिए फाड़ी दी, ഞാൻ ഉസ്മേൻ സെ അതിൽ നിന്നും ഏക് ഹി തസ്വീർ ഒരേ ഒരു ചിത്രം മാത്രമേ അപ്പനെ ലിയെ ഫാടി ദി എനിക്ക് വേണ്ടി കീറിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അത്രയും നല്ല വലിയ കട്ടിയുള്ള ബുക്കാണ്, അതിലെന്തുണ്ട്, ഒരുപാട് ചിത്രങ്ങളുണ്ട്, നല്ല ബുക്കാണ്, ചേട്ടൻ്റെ നല്ല വലിയ ബുക്കാണ് എന്നൊക്കെ എനിക്കറിയാം. ഞാനത് വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് നോക്കുന്നത്. എന്തേ ഞാൻ ചെയ്തിട്ടുള്ളൂ? ഞാൻ ഒരേ ഒരു ചിത്രം മാത്രമേ അതിൽ നിന്ന് കീറിയെടുത്തിട്ടുള്ളൂ. എന്നിട്ട് നീ എന്താണ് ചെയ്തത്? ഞാൻ ശ്രദ്ധാപൂർവം ആ ബുക്ക് നോക്കി നിന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരേ ഒരു ചിത്രം മാത്രം ഞാൻ അതിൽ നിന്ന് കീറിയെടുത്തു. എന്നിട്ട് നീ അത് തട്ടിപ്പറിച്ച് വാങ്ങുകയും എന്നെ ശകാരിക്കുകയും ചെയ്തു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒരേ ഒരു ചിത്രം മാത്രമല്ലേ ഞാൻ കീറിയെടുത്തിട്ടുള്ളൂ എന്നാണ് കുട്ടി പറയുന്നത് അല്ലേ. മേം ജബ് ബാബുജി കി ദവാത്ത് കി സ്യാഹി സേ अपनी कमीज को रंग कर झंडा बनाने लगा तब तुमने दो तमाचे जड़ दिया, क्या तुमने मेरे झंडे का अपमान नहीं किया? എന്താ പറയുന്നത്? മേം ജബ് ബാബുജിക്ക് ദവാത്ത് കി, ഞാൻ എപ്പോഴാണോ എൻ്റെ അച്ഛൻ്റെ മഷിക്കുപ്പിയിലെ മഷി കൊണ്ട്, സ്യാഹി പറഞ്ഞ മഷി, എൻ്റെ ബാബുജി പറഞ്ഞ അച്ഛൻ, എൻ്റെ അച്ഛൻ്റെ മഷിക്കുപ്പിയിലെ മഷി കൊണ്ട്, അപ്പനി കമീസ് കോ എൻ്റെ ഷർട്ടിൽ, അപ്പനി കമീസ് എന്ന് പറഞ്ഞാൽ ഷർട്ട്, എൻ്റെ ഷർട്ടിൽ രംഗ് കർ ജണ്ടാ ബനാനെ ലഗാ, ചായം പൂശി ഒരു ചായം പൂശിങ്ങാണ്ട് ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു? ജണ്ട പതാക, ബനാനെ ലഗ, ഞാനൊരു പതാക ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ, തുമ്നെ ദോ തമാച്ചേ ജഡ്ദിയ, നീ എന്താണ് ചെയ്തത്? നീ എന്നെ 2 തവണ അടിച്ചു. തുമ്നെ ദോ തമാച്ചേ ജഡ്ദിയ, 2 തവണ, തമാച്ചെ പറഞ്ഞാൽ മാർന അടിക്കുക. നീ എന്നെ 2 തവണ, ദോ ബാർ 2 തവണ എന്ത് ചെയ്തു? അടിച്ചു. ക്യാ തുമ്നെ മേരെ ജണ്ടേ കാ അപമാൻ നഹീ കിയാ, നീ എൻ്റെ പതാകയെ അപമാനിച്ചില്ലേ? ഞാൻ നല്ല പതാക ഉണ്ടാക്കുകയായിരുന്നു. അപ്പം എന്താ ചെയ്തത്? വന്നിട്ട് എന്നെ 2 അടി അടിച്ചു. എന്തിന് തുല്യമാണെന്നാ പറഞ്ഞത് കുട്ടി? പതാകയെ അപമാനിക്കുന്നത് തുല്യമാണ് എന്നല്ലേ. നിങ്ങൾ എൻ്റെ പതാകയെ അപമാനിച്ചില്ലേ? जब मैं रोने लगा तब तुमने चिल्लाकर कहा रोएगा तो एक तमाचा और लगाऊंगी. ജബ് മേം രോനയിലേക, അങ്ങനെ 2 അടി കിട്ടി ഞാൻ കരയാൻ തുടങ്ങിയില്ലേ. ഞാൻ കരയാൻ തുടങ്ങിയപ്പോൾ ചില്ലാക്കർ കഹ, ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ കരയാൻ തുടങ്ങിയപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? രോയേഗാത്തോ, കരഞ്ഞോണ്ടിരുന്നാൽ, ഏക്ക് തമാച്ച ഓർ ലഗാവൂങ്കി, ഒരടി കൂടി അങ്ങോട്ട് തരും. നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരടി കൂടി കിട്ടും എന്ന് അമ്മ പറഞ്ഞു. ക്യാ മുझे रोने की भी स्वतंत्रता नहीं है, എന്താ എനിക്ക് കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? എനിക്ക് കരയാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ലേ? ക്യാ മുझे, എന്താ എനിക്ക്, രോനെ കി ബി, കരയാനുള്ള സ്വതന്ത്രത നഹി ഹേ, സ്വാതന്ത്ര്യമില്ലേ? എനിക്ക് കരയാൻ പോലുമില്ല മുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്ന് കുട്ടി ചോദിക്കുകയാണ്. ടഹരോ മേം അബി जवाहरलाल जी को चिट्ठी लिखता हूँ कि आप कहते हैं कि स्वतंत्रता मिल गई, किंतु मुझे तो रत्ती भर भी स्वतंत्रता नहीं मिली. അപ്പം എന്താണ് ഇനി കുട്ടി ചെയ്യാൻ പോകുന്നത്? ടെഹരോ, ഒരു നിമിഷം, മേം അബി ജവഹർലാൽ
ജി കോ ചിട്ടി ലിഖ്താ ഹൂം, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഇപ്പോൾ തന്നെ, മേം അബി, അബി പറഞ്ഞ ഇപ്പോൾ, ഞാൻ ഇപ്പോൾ തന്നെ, ജവഹർലാൽ ജി കോ, ജവഹർലാൽ നെഹ്റുവിനെ, ചിട്ടി ലിഖ്താ ഹൂം, കത്ത് എഴുതും. എന്താണ് എഴുതാൻ പോകുന്നത്, ആപ്പ് കത്തെ ഹേ കി സ്വതന്ത്രത മിൽ ഗയി, നിങ്ങൾ സ്വാതന്ത്ര്യം നേടി എന്ന് പറഞ്ഞു, നിങ്ങൾ സ്വാതന്ത്ര്യം നേടി എന്ന് പറഞ്ഞു. കിന്തു എന്നാൽ, മുझे तो रत्ती भर भी स्वतंत्रता नहीं मिली, പക്ഷേ എനിക്ക് ഒരു അല്പം പോലും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞല്ലോ, പക്ഷെ എനിക്ക് അല്പം പോലും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ആപ്പ് തുരന്ത് അമ്മാ കോ ലിഖ് ദീജിയേ ജിസ്സേ വഹ് മുझे സ്വതന്ത്രത ദേ ദേ, എന്താ പറയുന്നത്, ദയവായി അമ്മയ്ക്ക് ഉടൻ എഴുതൂ, അങ്ങനെ അവർ എനിക്ക് സ്വാതന്ത്ര്യം നൽകും. എന്താ കുട്ടി പറയുന്നത്, കുട്ടീൻ്റെ അമ്മ കുട്ടിക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല അല്ലേ. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനോട് പറയാണ്, ആപ്പ് തുരന്ത്, താങ്കൾ പെട്ടെന്ന് തന്നെ, അമ്മാക്കോ ലിഖ് ദീജിയേ, അമ്മയ്ക്ക് ഒരു കത്തെഴുതൂ, ജിസ്സേ വഹ് മുझे സ്വതന്ത്രത ദേ ദേ, അങ്ങനെ അവർ എനിക്ക് സ്വാതന്ത്ര്യം നൽകും എന്ന് കുട്ടി പറയുന്നു. പർസായി ജീനെ യഹ് കഹാനി 1949, ഈ കഹാനി എഴുതിയത് ഏത് വർഷത്തിലാണ്, 1949 പർസായി ജി ഈ കഥ എഴുതി. ജബ് ജവഹർലാൽ നെഹ്റു ദേശ് കെ പ്രധാനമന്ത്രി ദേ, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 1949 പർസായി ജി എഴുതിയ കഥയാണ് ഇത് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പം എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇതിൻ്റെ ഫുൾ മീനിങ് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ, പിന്നീട് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി എല്ലാം ചെയ്യുന്നതാണ്. ക്ലാസ് ഫുള്ളായിട്ട് കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഓക്കെ.